ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റർ ഡിസൈനിങ് കോഴ്സ്. ഞാനൊരു പുതിയ ഡിസൈനായിട്ട് വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇതറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. നമുക്ക് അവർക്കൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. हाय फ्रेंड्स, ये नया डिज़ाइन बनाया है. ये पहली बार मेरा चैनल में डिज़ाइन बनाया. दूसरे चैनल से तुम लोगों ने देखा है. अभी पहले बार मेरा चैनल में ये डिज़ाइन बनाया है. तुम देखो, अच्छा नहीं अच्छा है तो लाइक करो, कमेंट करो, ठीक है. ओके, जो प्रोसेस ഈ ഡിസൈൻ വാച്ച് കറോ. അപ്പോൾ രണ്ട് ഇതാണ് ഇതിലുള്ളത്. നമുക്ക് ആ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതാക്കാം. അത് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു സ്പോഞ്ച് റോളർ, അതായത് സ്പോഞ്ച് ആണ്. स्पॉन्जिंग टूल और एशियन पेंट स्पॉन्जिंग टूल, ये एशियन पेंट स्पॉन्जिंग टूल है. ये टूल हम लोगों में यूज़ करता है फर्स्ट अप्लाई करने का कोड, ठीक है. अप्लाई करेगा. ओके फ्रेंड्स, अभी देखो ये वाइट बेस है ना, एक बोर्ड में मैं ये डिज़ाइन बनाएगा. अभी वाइट बेस में फर्स्ट टॉप कोड डालेगा. रोल प्ले करेगा, देखो. ओके, मैं बोर्ड में बोर्ड को लगा ഞാൻ ബോർഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു सिंपल डिज़ाइन കൂടിയാണ്. നിങ്ങൾക്കെല്ലാം നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. तो पहली बार देखा है यूट्यूब में, मेरा चैनल में फर्स्ट है. നിങ്ങൾ യൂട്യൂബിലേ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചാനലിൽ ആദ്യം കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. റോയിൽപ്പയുടെ മേളിൽ നമ്മൾ 3D ബബിൾസ് നിർമ്മിക്കുകയാണ്. റോയൽ പ്ലേ ആണ് ബേസ് കോഡ് ഡിസൈനായിട്ട് വരുന്നത്. നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേണ്ട സ്പോഞ്ചുള്ളത് ഏഷ്യൻ പെയിൻറ്റ്സ് റോയൽ പ്ലേയുടെ സ്പോഞ്ചിങ് ടൂൾ പറയും. അത് വെച്ച് നമ്മൾ ഒരു ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യണം. വേറെ ഒരു ഡിസൈനിൽ ഇത് ചെറിയൊരു കാറ്റേൻ്റെ ഒരു മാറിയിരിക്കുന്നത് ഇത് വരുത്താം. കാണുന്നുണ്ടല്ലോ, ഇത് ഡിസൈനൊന്നുമല്ല, നമ്മളതിൻ്റെ ബേസാണ്. ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിസൈൻ താൽക്കാലികമായിട്ടൊരു ഡിസൈൻ പാറ്റേൺ വെക്കുകയാണ്. ഇതിൻ്റെ മേളിലാണ് നമുക്ക് ഡിസൈൻ വന്നത്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യണം. और इसका ऊपर डिज़ाइन बनाया. वो पहले बार मैं अभी एक छोटा डिज़ाइन अभी देखो इधर में നോർമലായിട്ടൊരു പാറ്റേൺ ചെയ്തിടുന്നുള്ളൂ. ഈ പാറ്റേണിൻ്റെ ആവശ്യം നമുക്ക് പിന്നീട് മനസ്സിലാവും എന്താണ്. റൗണ്ടിലോട്ടൊന്നും പോകണ്ട, അതേ റൗണ്ട് നമ്മൾ 3Dക്ക് ഒരു ബേസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. റൗണ്ട് ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് वाइट बेस കൊടുത്തിട്ടുള്ളൂ. और राउंड मैं पहले बार वो राउंड करने का उसके बाद पहले बार मैं ये राउंड करने का नीचे बेस वाइट है ना, वो देखने के लिए वो राउंड नहीं है. ये डिज़ाइन और रैगिंग अप्लाई करो, प्रॉब्लम नहीं. रैगिंग डिज़ाइन अप्लाई करो, 1 मिनट में आएगा. रैगिंग पाउडर यूज़ करेगा, ठीक है. पूरा नहीं, थोड़ा. और लाइट करने का, ठीक है. वो देखो अभी डिज़ाइन बनाएगा. इसके ऊपर एक डिज़ाइन बनाएगा. ഇതിന് മുകളിൽ നമുക്ക് വേറെ ഡിസൈൻ ചെയ്യാം. അത് ഇത് ഉണങ്ങിയിട്ട് വേണം. ഇത് ഉണങ്ങിയിട്ട് അതിന് മേലാണ് നമ്മൾ ഈ ബബിൾസിൻ്റെ 3D डिज़ाइन ചെയ്യുന്നത്. അപ്പോൾ ये पूरा ड्राई करने के बाद इसका ऊपर बबल्स डिज़ाइन डालेगा, ठीक है. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഡിസൈന് വേണ്ടത് ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ബേസ് ബോർഡിൻ്റെ ഷീറ്റ് ഉണ്ട്. ബേസ് ബോർഡാണ് देखो ये बेस बोर्ड है. ये बेस बोर्ड ഷീറ്റ്, ബേസ് ബോർഡിൻ്റെ ഷീറ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഇതുപോലെ തന്നെ ചെറിയ തുളയില്ല, ഇത്രയുള്ള ഷീറ്റ് തന്നെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യണേ. സ്പ്രേ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പ്രെഡ് ആയി
ये इतनी बड़ा शीट दे दो, ये छोटा शीट में वो स्प्रे करने वाले टाइम में स्प्रेड करेगा वो डिज़ाइन पकड़ा होगा. ठीक है. അപ്പോൾ നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ആക്രിലിക്. ഇത് ബ്ലാക്കാണ്, ആക്രിലിക് ബ്ലാക്ക്, ആക്രിലിക് പെയിൻ്റാണ് ബ്ലാക്ക്. അതുപോലെ തന്നെ वाइट, एक्रिलिक वाइट. हमको डिज़ाइन बनाया तो वो पेज है ना, वो एक्रिलिक स्प्रे पेंट. वो ये वाइट है, ये वाइट, ये ब्लैक है. ये दोनों हम लोगों को है नया डिज़ाइन का മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെറ്റീരിയലാണ് വേണ്ടത്. നമുക്ക് എങ്ങനെയെന്നുള്ളത് ചെയ്ത് നോക്കാം. ഹായ്, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 3D ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ബബിൾസ് നമുക്ക് എങ്ങനെ ഒരു ഡിസൈൻ പാറ്റേൺ ചെയ്തിട്ട് അതിൽ എങ്ങനെ ബബിൾസ് ഉണ്ടാക്കാന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ കാര്യമാണ്, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇത്രയും വട്ടം വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇത് बेस बोर्ड ये इतनी राउंड करो, ये छोटा राउंड में अच्छा नहीं डलेगा, वो बड़ा राउंड में ऐसे डिज़ाइन का अच्छा बनेगा. वो बेस बोर्ड में थोड़ा राउंड करो. അപ്പോൾ പിന്നെ നമ്മളിത് അടിക്കുമ്പോൾ വെച്ചാൽ അകത്തി വെച്ച് അടിക്കുക. നേരിട്ട് കുത്തി അടിച്ച് കഴിഞ്ഞാൽ ഇത് ഒലിച്ച് വീഴും, അതുകൊണ്ട് കുത്തി അടിക്കരുത്, അകത്തി വെച്ച് ചെയ്യാം. കറക്റ്റായിട്ട് ഇങ്ങനെ ഡിസൈൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ബ്ലാക്ക് എടുക്കാം. ബ്ലാക്കാണ് ബ്ലാക്കാണ് തരുന്നത്. ബ്ലാക്ക് आधी തന്നെ നമുക്ക് എടുക്കാം. वो फर्स्ट में ब्लैक डालो, इसके ऊपर साइड में थोड़ा साइड में ये साइड में थोड़ा ब्लैक स्प्रेड करो बाद में. എന്നിട്ട് നമ്മൾ ആ ബ്ലാക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതോടെ വയ്ക്കുക. और उसको थोड़ा ऊपर में बेस बोर्ड സെറ്റ് करो. उसके बाद डिस्टेंस करो, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ അടിക്കാൻ. ആദ്യം മുകളിൽ ഒരു റൗണ്ടായിട്ട് ബ്ലാക്ക് കൊടുക്കാം. ഡിസ്റ്റൻസ് ഇട്ട് കേട്ടോ, കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അതിനുശേഷം വൈറ്റ് എടുക്കാം, വൈറ്റ് അടിച്ച് കൊടുക്കാം. ഇച്ചിരി ഇറക്കിയിട്ട് ഗ്യാപ്പിട്ട് ചെയ്യണം. അത് ഷീറ്റിൽ നൈസായിട്ട് അടിച്ച് വെക്കാം. എന്നിട്ട് ഈ വൈറ്റ് നമ്മൾ മാറ്റുന്നതിന് മുമ്പ് തൊട്ട് മുകളിലായിട്ട് बेस बोर्ड में ഇതിനെ ചേർത്ത് वो बेस बोर्ड और ब्लैक शेड में ये वाइट थोड़ा स्प्रेड करो. उसके बाद ഇത് നീക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴത്ത് ഒരു വൈറ്റ് അതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തത് ഇച്ചിരി വൈറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് കൂടി നമ്മൾ കാണിച്ചു തരാം, നമ്മൾ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ബ്ലാക്ക് എടുക്കുക, ഗ്യാപ്പിൽ ഡിസ്റ്റൻസ് ഇടുക, സ്പ്രെഡ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഇത് വയ്ക്കുക. അതിനുശേഷം മുകളിൽ ബ്ലാക്ക് അതിൻ്റെ ഷീറ്റിൽ നൈസായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ട് ഗ്യാപ്പിട്ട് ബ്ലാക്ക് സ്പ്രെഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം വൈറ്റ് അതുപോലെ തന്നെ ഷീറ്റിലാക്കി അടിച്ചങ്ങോട്ട് കൊണ്ടുവരാം. ये अടിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്താണെന്ന് ले कट होगा. और इधर में डालने के लिए डायरेक्ट अप्लाई करें तो वो नीचे डालेगा. उसके बाद वो शीट में डालो എന്നിട്ട് थोड़ा എന്നിട്ട് ഇനി നമ്മൾ ഈ വൈറ്റ് എടുത്ത് വെക്കണമെങ്കിൽ ഈ വൈറ്റ് ഒന്നുകൂടി ഇടാം. शीट और ब्लैक शेड में दोनों में वो स्प्रेड करेगा बाहर डालेगा. वो थोड़ा नीचे वो अलग पीस करने तो वो അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3D പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ഇതാക്കി നമ്മൾ കൊടുക്കാം. നമുക്ക് 3D എഫക്റ്റ് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തത് നമുക്ക് ഇവിടെ സൈഡിലായിട്ട് അടിയിൽ സൈഡിലായിട്ട് ഇങ്ങനെ തീർച്ചയായിട്ടും കേക്ക് വെക്കാവോ. दो ऐसा डिज़ाइन है, अलग अलग स्टेटमेंट डालो. वो अच्छा डिज़ाइन है, सिंपल डिज़ाइन है. तो टॉप कोट अप्लाई करके वो डिज़ाइन अच्छा बनेगा. देखो एक बार में देखो पूरा समझो. ये शीट और एक्रिलिक स्प्रे पेंट देखो पूरा टेक करो, अच्छा टेक करेगा. वो एयर फिल करेगा, उसके बाद अप्लाई करेगा. एयर फिल नहीं है तो वो स्प्रेड नहीं करेगा. ठीक है, एक बार देखो. तो ए सेट में थोड़ा ब्लैक अप्लाई करेगा. अप्लाई करने के बाद और उसका थोड़ा ऊपर ये शीट डालो. अप्लाई करने के बाद वाइट नीचे डालेगा. उसके बाद दो ये शीट और इसके साइड में सेट करो. ओके, ठीक है. ये वाइट है ना, ये वाइट नहीं, इतनी वाइट नहीं चाहिए थे. थोड़ा वाइट करो, इतनी वाइट में जास्ती प्रॉब्लम है. थोड़ा वाइट करो, प्रॉब्लम नहीं. हम लोग में एक प्रॉब्लम आया तो देखो वाइट डालो. इसके बाद
पूरा अच्छा से करना तो फोटो शूट करेगा, ठीक है, अच्छा शूट करो, अच्छा शूट करना है, ठीक है, ऐसे ऐसे वो काम करता हूँ. കണ്ടല്ലോ 3D എഫക്റ്റ് വന്നേക്കുന്നുണ്ടല്ലേ. നമുക്കിതുപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ 3D എഫക്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ പല കളറുകളും കൊടുക്കാം, ചെറുതായിട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.